ത്രിഫ്റ്റിംഗ് ഈ ഒരു വാക്കും ഫാഷനും ഇതിനെപ്പറ്റി ഒരു പ്രോപ്പർ ധാരണയുള്ള ആളുകളായിരിക്കും നിങ്ങളിൽ പലരും. പക്ഷേ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം മിക്കവാറും നിങ്ങൾ ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടുണ്ടായിരിക്കത്തില്ല. ഇപ്പോഴത്തെ ഈ പോപ്പുലർ ട്രെൻഡായ ത്രിഫ്റ്റിങ്ങിനെ പറ്റി നമ്മളെല്ലാം വിചാരിച്ചിരിക്കുന്നത് റെയറും വിൻറ്റേജുമായിട്ടുള്ള ഫാഷൻ പീസുകൾ നമ്മുടെ വാർഡ്രോബിലേക്ക് എത്തിക്കാൻ നമ്മൾ മാർക്കറ്റിൽ ഷോപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ സത്യത്തിൽ അതല്ല കേസ്. അപ്പോൾ 19th സെഞ്ചുറിയിലും 20th സെഞ്ചുറിയിലും വലിയൊരു എക്കണോമിക് ബ്രേക്ക് ഡൗൺ തന്നെ ഉണ്ടായി. അത് കാരണം ആളുകൾ ബുദ്ധിമുട്ടി തുടങ്ങി. അന്നേരം എല്ലാവരും ഒരേപോലെ തീരുമാനിച്ചു, നമുക്ക് എക്സ്ട്രാ ഉള്ളത് നമുക്ക് ഡൊണേറ്റ് ചെയ്യാം, ആൻഡ് പാവപ്പെട്ടവർ അത് തുച്ഛമായ വിലയ്ക്ക് വാങ്ങട്ടെ. അങ്ങനെയാണ് ബേസിക്കലി ഈ ത്രിഫ്റ്റിംഗ് എന്ന് പറയുന്ന പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ എക്കണോമിക് ബ്രേക്ക് ഡൗൺ ഒക്കെ കഴിഞ്ഞ ശേഷം ആളുകൾ പിന്നെയും ചിന്തിച്ചു തുടങ്ങി ത്രിഫ്റ്റിങ്ങിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്. പക്ഷേ പലരും അത് അഡോപ്റ്റ് ചെയ്തതിൻ്റെ മെയിൻ റീസൺ ത്രിഫ്റ്റിംഗ് മീൻസ് സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു ഫാഷനാണ്. കാരണം പുതിയൊരു ജീൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഏകദേശം 1800 ഗാലൺ വെള്ളം വേണം. അതുപോലെ തന്നെ 30 തൊട്ട് 88 kg കാർബൺ ഡയോക്സൈഡ് എമിഷൻ ഉണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രിഫ്റ്റ് ചെയ്യാൻ കൊടുക്കപ്പെടുന്ന 80% ആർട്ടിക്കിൾസും പ്രോപ്പർലി ആളുകളുടെ കയ്യിൽ എത്തുന്നില്ല. ആകെ 20% മാത്രമാണ് നമ്മൾ വാങ്ങുന്നത്. ആൻഡ് ഈ 80% പിന്നെയും എവിടെയെങ്കിലും ഡംപ് ചെയ്യപ്പെടുകയാണ്. നേരെ മറിച്ച് ഇത് പ്രോപ്പർലി ഡിസ്പോസ് ചെയ്യപ്പെട്ടാൽ ചിലപ്പോൾ അത് റീസൈക്ലിംഗ് ചെയ്തെടുക്കപ്പെടാം, അല്ലെങ്കിൽ അത് പ്രോപ്പർലി നശിപ്പിച്ച് കളഞ്ഞേക്കാം. ബൈ വേസ്റ്റേജ് പിന്നെയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ത്രിഫ്റ്റിംഗ് നല്ലൊരു സസ്റ്റൈനബിൾ മെത്തേഡ് ആണോ അതോ അല്ലയോ?